നമസ്കാരം, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കലശക്കുടം എങ്ങനെ ചുറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ പൂജാമധ്യത്തിലാണ് ഈ കലശക്കുടത്തിന് നൂല് ചുറ്റുന്ന കാര്യം പറയുന്നത്. കുംഭം മലർത്തി അസ്ത്രം കൊണ്ട് കഴുകി കവചം കൊണ്ട് നൂല് ചുറ്റി എന്നാണ് ക്രിയ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് നൂല് ചുറ്റേണ്ടത്. പക്ഷേ നമ്മുടെ സൗകര്യാർത്ഥം മുൻകൂട്ടി നൂല് ചുറ്റി ഭംഗിയാക്കി അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ മുന്നൂലാണ് എടുക്കേണ്ടത്. 3 നൂലുകൾ കൂടിയ നൂലാണ് ഒരു തന്തുവായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നൂല് മാത്രം എടുത്ത് ആദ്യം ഇവിടെ ഒരു പിടി വയ്ക്കുക. 3 പ്രാവശ്യം ഇതിൻ്റെ കഴുത്തിന് ചുറ്റി നേരെ താഴേക്ക് ഇങ്ങനെ എടുത്ത്, അതായത് നമ്മളിവിടെ ഒരു വൃത്തം കണക്കാക്കിയാൽ ആ വൃത്തത്തിൻ്റെ ഒരു പരിധി എന്ന നിലയ്ക്ക് ആദ്യം എടുക്കുക. അടുത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്ന് ഇവിടെ വന്ന് ആ വൃത്തത്തിൻ്റെ അടുത്ത പരിധി, നേരെ ഓപ്പോസിറ്റുള്ള പരിധി എന്ന് സങ്കല്പിച്ച്, ഇപ്പോൾ നമ്മളിവിടെ ഒരു വൃത്തം സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ 2 പരിധിയായിട്ട്, കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 പരിധിയായിട്ട് നമ്മൾ കൽപ്പിച്ചു. ഇനി ഇതിൻ്റെ അടുത്ത പരിധികളാണ്. അപ്പോൾ ഇവിടെ ഒരു സമചതുരമായിട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു ദളങ്ങൾ വന്നു, അതായത് ഒരു 8 ദളങ്ങൾ വന്നു എന്നുള്ള ഒരു സങ്കല്പം. അപ്പോൾ ഈ ദളങ്ങളെ നമ്മൾ ആദ്യമേ നേരെ ആക്കിയെടുത്താൽ നമുക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇനി ഇതൊരു അഷ്ടദളങ്ങളായി. സാധാരണ ഒരു അഷ്ടദളമാണ് കലശപൂജയ്ക്ക് ചുറ്റി വയ്ക്കുക. ഇതിന് കൂടുതൽ വേണമെങ്കിൽ, നല്ല ഭംഗിയാക്കണമെങ്കിൽ 16 ദളങ്ങളാക്കാം, 32 ദളങ്ങളാക്കാം. അങ്ങനെ ദളങ്ങൾ ഇതിന്റെ ഇരട്ടിയായിട്ട് പോകാൻ പറ്റും. ഇനി 16 ദളങ്ങൾ എങ്ങനെ ആക്കാമെന്ന് നോക്കാം. അടുത്തത് എടുക്കേണ്ടത് നമ്മൾ ഇതിന്റെ ഇടയിലേക്കൂടെയാണ്. ഈ 2 തന്തുവിന്റെ ഇടയിലേക്കൂടെ എടുത്താൽ അടുത്ത മുറിഞ്ഞു കിട്ടും. ഇടയിലൂടെ എടുക്കുക. എന്നിട്ട് ഈ 2 അഷ്ടദളങ്ങളുടെ ഇടയിലൂടെയാണ് അടുത്തത് എടുക്കേണ്ടത്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഇടയിലൂടെ എടുക്കുക. അടുത്തത് വരുന്ന അഷ്ടദളത്തിൽ അതിൻ്റെ ഈ ക്രോസ് വരുന്നതിൻ്റെ ഇടയിലൂടെ വേണം അടുത്ത തന്തു എടുക്കാൻ. ഇതിപ്പോൾ ഒരു 16 ദളം എന്നുള്ള രീതിയിൽ എടുക്കാം. അതായത് 1, 2, 3 അങ്ങനെ ചുറ്റും 16 ദളങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഇനി 32 ദളം ഇതിന്റെ നേരെ ഇരട്ടിയാക്കി എടുക്കണമെങ്കിൽ ഈ നമ്മൾ എടുക്കുന്ന ഇതിന്റെ 2 ഇടഭാഗം ഉണ്ടല്ലോ, ഈ 2 ഇടയിലൂടെ എടുത്ത് ഈ 2 ഇടഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഇടവരുന്ന ഭാഗത്തിൽ അതിലൂടെ നൂല് കൊണ്ടുപോയാൽ, അങ്ങനെ ചുറ്റും കൊണ്ടുപോയാൽ 32 ദളങ്ങൾ കിട്ടും. അത് നമുക്ക് നോക്കാം. ഇതിലൂടെ ഇതിന്റെ നടുവിലൂടെ
32 ദളമായിട്ട് എന്ന് സങ്കല്പത്തിൽ ഇങ്ങനെ ഓരോന്നും കൂട്ടി നോക്കിയാൽ 32 ദളങ്ങൾ ഇതിൽ കിട്ടും. ഇങ്ങനെ കൂട്ടി കൂട്ടി കുടത്തിന് വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കൂട്ടി കൂട്ടി എടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇതിന്റെ തന്നെ ഇടയിലൂടെയൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ 32 64 ദളങ്ങളായി. അങ്ങനെ സഹസ്രദളം പോലെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോ ഈ നൂല് ചുറ്റല് ഒരുപാട് ഡിസൈനിലൊക്കെ ചുറ്റുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇടയിലൂടെയും കൂടെ നമുക്ക് എടുത്തു നോക്കാം. അപ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വേണം. കാരണം മാറിയാൽ ഇവിടെ ആ വൃത്താകാരം പിന്നെ നമുക്ക് കിട്ടൂല. നമ്മൾ ഈ കോണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ കോണ് അതിലേക്ക് തന്നെ കറക്റ്റ് വരണം. ഇവിടെ വെച്ചിട്ട് കറക്റ്റ് വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ഇവിടേക്ക് കൂട്ടിയെടുക്കാം. അങ്ങനെ എല്ലാ കോണുകളും ഇവിടെ ഒരു വൃത്താകാരമായി വന്ന് ഒരു നല്ലൊരു സഹസ്രദള പത്മത്തെ ഉപമിക്കുന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ ഒരു ഷഡ്കോണ് രചിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അഷ്ടകളവും 32 ദളമൊക്കെ ചുറ്റിയാൽ ഈ വൃത്തത്തിനുള്ളിൽ ഒരു ഷഡ്കോണ് രൂപപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് കിട്ടും കലശത്തിന്. അതൊരു പിന്നെ ആലങ്കാരികമായിട്ടൊക്കെ നമ്മൾ ചുറ്റുന്ന സമയത്ത് ചുറ്റിയാണ്. ഇതൊരു സാധാരണ ബേസിക് ആയിട്ടുള്ളൊരു നൂലുചുറ്റൽ രീതിയാണ്. ഇതിലും വളരെ ഭംഗിയായി ആലങ്കാരികമായിട്ടൊക്കെ ചുറ്റുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഇത് പുതിയതായി ചുറ്റുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു.